നാരായണീൻ്റെ മൂന്നാം മക്കൾ OTT റിലീസായിട്ടുണ്ട്. അധികം പ്രൊമോഷനൊന്നും കാണാത്ത അധികം ആരും അറിയാത്ത, ഞാൻ OTT ഇറങ്ങിയപ്പോഴാണ് ഈ പടത്തിനെ കുറിച്ച് തന്നെ അറിയുന്നത്. അങ്ങനത്തെ ഒരു സിനിമയാണ്. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പടം ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രാമയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഡ്രാമ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണ് ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളൂ. അല്ലാത്തവർക്ക് കുഴപ്പമില്ല, ഒരു ആവറേജ് സിനിമ എന്ന രീതിയിലാണ് പറയുള്ളൂ. കാരണം ഡ്രാമ ആയതുകൊണ്ടും കുറേയൊക്കെ റിയലിസ്റ്റിക് ആയിട്ടാണ് എടുത്തിട്ടിരിക്കുന്നത്. പക്ഷേ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഡയലോഗുകൾ കുറേ ഉണ്ട്. ക്ലൈമാക്സിലേക്കൊക്കെ എത്തുമ്പോൾ ഭയങ്കര ഡ്രാമയാവും. അതെല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം ഈ സിനിമ കാണാനായിട്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സിനിമയാണ്, കുഴപ്പമില്ലാത്തൊരു സിനിമയാണ്. ഭയങ്കര ഈ ഡ്രാമകളിലൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് വ്യത്യാസമുള്ള സിനിമയാണ്. ഭയങ്കര സ്ലോ ബേസിൽ ഭയങ്കര നാച്ചുറലായിട്ട് അധികം ഇമോഷൻസ് വാരിടാണ്ട് നോർമലായിട്ട് കൊണ്ടുപോകുന്ന സിനിമയാണ്. അങ്ങനത്തെ ഒരു സിനിമ തന്നെയാണിത്. അപ്പോൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, പക്ഷെ എന്നാലും പറഞ്ഞു എന്ന് മാത്രം. ഡയലോഗുകളൊക്കെ ഭയങ്കര മിനിമലായിട്ടുള്ള ഡയലോഗുകളാണ്. എന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഡയലോഗുകളാണ്. അല്ല ഭയങ്കര ഓവറായിട്ടോ ഒന്നുള്ള ഡയലോഗുകളൊന്നും ഇല്ല. പക്ഷെ ഇത്തിരി ഡ്രാമാറ്റിക്കാണ് ഡയലോഗ് എന്ന് പറയുമ്പോൾ. പടത്തിൻ്റെ ഒരു വൺ ലൈൻ അല്ലെങ്കിൽ പടത്തിൻ്റെ ത്രെഡ് പറഞ്ഞുതരാം. ഒരു ഫാമിലി എന്ന് വെച്ചാൽ ഒരു സ്വന്തം അമ്മേരെ മരണം യാത്രയ്ക്കായി സുഖമായിട്ട് യാത്രയായി ചെയ്യണ ഒരു സിനിമയാണ്. എന്ന് വെച്ചാൽ വയസ്സായിട്ട് അമ്മ കിടപ്പിലായി മരിക്കാറായി. അപ്പോൾ 3 ആൺമക്കളാണുള്ളത്. ഈ 3 ആൺമക്കൾ 3 പേര്, 2 പേര് തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. പക്ഷെ അതൊക്കെ ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അപ്പോൾ അങ്ങനെ കൊല്ലങ്ങൾക്ക് ശേഷം സ്വന്തം തറവാട്ടിൽ എല്ലാവരും കൂടി ഒന്നിച്ച് കൂടുന്ന ഒരു കഥയാണ് പറയണത്. ഇത് റിലേറ്റ് ചെയ്യാൻ ആൺമക്കളുള്ള എല്ലാ വീട്ടിലും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ഏജുള്ളവർക്കല്ല, നമ്മുടെ അച്ഛൻ്റെ ഒക്കെ പ്രായമുള്ള ഏജുള്ള ആൾക്കാർ ഈക്കാണ് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുക. കടന്നു പോയിട്ടുള്ള ആൾക്കാർക്ക്, ഈ ഒരു സിറ്റുവേഷനിൽ കടന്നു പോയിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും. നമ്മൾക്ക് കണക്റ്റ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയാലിറ്റി ഇതാണ്, ഇങ്ങനെ തന്നെ ആവും, ഇങ്ങനെ തന്നെയാണ് 100%. അങ്ങനത്തെ ഒരു ഇത് ഫ്യൂച്ചറിസ്റ്റിക് പോലെ നമുക്ക് മക്കളുള്ള എല്ലാവർക്കും കാണാൻ പറ്റും. പിന്നെ എന്ന് പറയുമ്പോൾ ഇതിൽ പ്രണയം കാണിക്കുന്നുണ്ട്. പ്രണയം കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം പ്രണയം കാണിക്കണുള്ളൂ, കുറച്ച് കാര്യങ്ങൾ പ്രണയത്തിനെ കുറിച്ച് പറയാനുള്ളൂ. പക്ഷേ അത് ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു സാധനം കാണിക്കണം. അതിപ്പോൾ ഒരാളുടെ മാത്രമല്ല ഇതിൽ, വേറെ ഒരാളുടെ പറയാണ്ട് പോയിട്ടുള്ള പ്രണയങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് ഇതിൽ. അതൊക്കെ ഒരു രസമായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് തോന്നി ഈ സിനിമയിൽ. പിന്നെ എന്ന് പറയുമ്പോൾ സിനിമോട്ടോഗ്രാഫി സൂപ്പറായിട്ട് കുറച്ച് കഴിയുമ്പോൾ ക്ലൈമാക്സിലേക്കൊക്കെ ഉള്ള കുറച്ച് ഷോട്ടുകളും കുറച്ച് ഫ്രെയിമുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിനിമോട്ടോഗ്രാഫി അടിപൊളിയുണ്ട്. മേക്കിംഗ് സൈഡ് നല്ല ഇതാണ്, ലൊക്കേഷനൊക്കെ നല്ല സെറ്റ് സാധനമാണ്. ആ വീടും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇതിലെല്ലാവരും നന്നായിട്ടുണ്ട്. ഇപ്പോൾ കാസ്റ്റ് ഇപ്പോൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, വലിയ വലിയ ആൾക്കാരാണ്. സുരാജ്, ജോജു ജോർജ്, വലിയ കാസ്റ്റിംഗ് ആണ് ഇതിൽ. വലിയ കാസ്റ്റിംഗ് എന്ന് വെച്ചാൽ അഭിനയിക്കുന്ന ആൾക്കാരാണ് ഇതിൽ. പിന്നെ തോമസ് മാത്യു, അവൻ്റെ 2ാമത്തെ സിനിമയാണ് ആനന്ദത്തിൽ ഉള്ള ചക്കൻ. അവൻ്റെ പേര് എന്തായിരുന്നു? ആനന്ദത്തിൽ, ഞാൻ മറന്നു. ആനന്ദത്തിലത്തെ നടൻ, അവൻ്റെ 2ാമത്തെ സിനിമയാണ്. ശരിക്കും തോന്നുന്നത് എനിക്ക് ഇപ്പോഴാണ് അവന് ശരിക്കും ഒരു ക്യാരക്ടർ കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ആനന്ദത്തിൽ എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു ക്യാരക്ടറാണ്. ആക്ടിങ്ങും ഭയങ്കര ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇത് അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിനെ പറ്റിയൊരു ക്യാരക്ടർ കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൽ കുഴപ്പമില്ല, അവൻ ആ ഒരു ക്യാരക്ടർ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ലീഡിങ് റോൾ എന്ന് വെച്ചാൽ ഇവൻ്റെ കാമുകിയായിട്ട് ഉള്ള റോള് ചെയ്തിട്ടുള്ളത് ഗർക്കി എന്ന് പറഞ്ഞിട്ടുള്ള, ഗർക്കി എന്താണ് പേര് മറന്ന്, ഗർക്കി അങ്ങനെ എന്തോ ആണ്, ഗർക്കിയാണ് പേര്. ആ പെൺകുട്ടിയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടു, അടിപൊളിയുണ്ട്. ഇതിൽ ഭയങ്കര പെട്ടായിട്ട് സിറ്റുവേഷനിൽ എക്സ്പ്രഷനൊക്കെ സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര
ഇഷ്ടമായി, കൂടുതലും ഇഷ്ടപ്പെട്ടു. അപ്പം മൊത്തത്തിൽ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡ്രാമ സിനിമയാണ്. നമ്മുടെ നാട്ടിൽ നടക്കാവുന്ന അല്ലെങ്കിൽ നടന്നിട്ടുള്ള ഒരു കഥയാണ്. റിലേറ്റ് ചെയ്യാൻ പറ്റണ, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇപ്പോഴും ഞാൻ ഒന്നുകൂടി എടുത്ത് പറയാം, ഡ്രാമയാണ്. അതിനനുസരിച്ചിട്ട് വേണം നിങ്ങളിത് കാണാനായിട്ട്. ഒരു 2 മണിക്കൂർ തികച്ചുണ്ടാവുള്ളൂ. ചിലപ്പോൾ ചിലർക്ക് ബോറടിക്കും, ചിലപ്പോൾ ചിലർക്ക് എന്തിങ്ങനെയെന്ന് തോന്നാം. ഡയലോഗുകളൊക്കെ കേട്ടിട്ട് ചിലപ്പോൾ ക്ലൈമാക്സ് ഒക്കെ കഴിയണതും നമ്മളുടെ യുക്തിക്ക് വിടുന്ന രീതിയിലാണ്. സംഭവം ഇതാണ്, പക്ഷെ നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഈ പടത്തിനെ കുറിച്ച് പറയാനുള്ളത്. ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം രേഖപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും പടത്തിൻ്റെ റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാനത് കണ്ടിട്ട് റിവ്യൂ ചെയ്യാം. സപ്പോർട്ടിന് നന്ദി. കുഴപ്പമില്ലാത്ത സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ വീഡിയോ ഇടാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ടേക്ക് കെയർ. ബൈ.